നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാം അൺഎക്സ്പെക്റ്റഡ് ലോസ് ഓഫ് മണി. അതായത് അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ധനനഷ്ടം സംഭവിച്ചിട്ടുണ്ടോ, അത് നിങ്ങൾക്ക് തിരികെ ലഭിക്കുമോ എന്ന് നമുക്ക് ഇന്ന് നോക്കാം. ഇത് ജനറൽ റീഡിംഗ് ആണ്, ജെൻലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് നിങ്ങളെപ്പോൾ കാണുന്നുവോ അന്ന് മുതൽ നിങ്ങൾക്കിത് റെസനേറ്റായി തുടങ്ങുന്നതാണ്. ഇത് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി അട്രാക്റ്റ് ചെയ്യാൻ പാടില്ല. എന്ത് വന്നാലും പോസിറ്റീവായി തന്നെ എടുക്കുക. അപ്പോൾ ഇതുവരെയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും എനർജിയുമായി കണക്റ്റ് ആയതിനു ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ വന്നിട്ടുള്ള കാർഡ്സ് 4 ഓഫ് വാൻഡ്സ്, കിങ് ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് സോർഡ്സ്, 2 ഓഫ് സോർഡ്സ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. പ്രസൻറ്റ് ടൈമിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ വളരെ നല്ലതാണ്. വന്നിട്ടുള്ള കാർഡ് 4 ഓഫ് വാൻഡ്സ് ആണ്. അതായത് ഇതൊരു സെലിബ്രേഷനെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ ആഘോഷത്തിൻ്റെയോ സ്ഥിരതയുടെയോ ഒരു വികാരത്തെ സൂചിപ്പിക്കുന്നു. ഒരു പക്ഷേ ഈ നഷ്ടത്തിന് മുമ്പ് നിങ്ങൾക്ക് ഒരു നല്ല അടിത്തറ ഉണ്ടായിരുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾക്ക് ധനനഷ്ടം സംഭവിച്ചത് ഓൺലൈനിലൂടെ ആവാനാണ് സാധ്യത. അതായത് ഇപ്പോൾ 200 കൊടുത്താൽ 400 കിട്ടും എന്ന രീതിയിലുള്ള ഓൺലൈൻ തട്ടിപ്പുണ്ടല്ലോ, അതുപോലെയുള്ള ഓൺലൈൻ തട്ടിപ്പിലാവാം നിങ്ങളുടെ പണം നഷ്ടമായത്. അല്ലെങ്കിൽ LIC അങ്ങനെയുള്ള എന്തെങ്കിലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഭാഗമായിട്ടെങ്കിലും പ്രൈവറ്റ് കമ്പനീസിൻ്റെ ഇൻഷുറൻസ്, അതുപോലെ ഏതെങ്കിലും ഓൺലൈനിൽ കാണുന്ന മെർച്ചൻ്റ് ചാനൽസ്, അങ്ങനെയുള്ള ഏതെങ്കിലും ചാനൽസിൽ നിന്നോ മറ്റോ ആവാം നിങ്ങൾക്ക് ധനനഷ്ടം സംഭവിച്ചിരിക്കുന്നത്. എന്തോ ഒന്ന് കൂടുതൽ കിട്ടിയാൽ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം എന്ന ഒരു രീതിയിലാവാം നിങ്ങൾ ആ ധനം കൊണ്ട് അവിടെ നിക്ഷേപിച്ചത്. പക്ഷേ അതൊരു പ്രൈവറ്റ് മാനേജ്മെൻറ്റോ അവരുടെ ബിസിനസ്സോ ആയതുകൊണ്ട് ഒരുപാട് പേര് ഒരുമിച്ച് കൂടി നടത്തുന്ന ഒരു ഓൺലൈൻ തട്ടിപ്പ്, അതിൽ നിന്നാവാം കുറച്ച് പേർക്ക് ധനനഷ്ടം സംഭവിച്ചിരിക്കുന്നത്. കൂടുതൽ ക്യാഷ് ലഭിച്ചാൽ കൂടുതൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കാമെന്നും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യാമെന്നൊക്കെ കരുതി കാണും നിങ്ങൾ. അതുകൊണ്ടാവാം നിങ്ങൾ അങ്ങനെയുള്ള തട്ടിപ്പിൽ പെട്ടുപോയത്. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തതുമാവാം കേട്ടോ. എന്തുമാവട്ടെ, നിങ്ങളുടെ ധനനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ കിങ് ഓഫ് വാൻഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഇത് റിവേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഭാവിയിലെ ചെലവുകളെക്കുറിച്ചുള്ള തെറ്റായ മാനേജ്മെൻറ്റിനെയോ ആവേശത്തെയോ കുറിച്ചുള്ള സൂചനകൾ ഈ കിങ് ഓഫ് വാൻഡ്സ് എന്ന കാർഡ് റിവേഴ്സായി വന്നതുകൊണ്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതായത് വീണ്ടും പറയുകയാണ്, തെറ്റായ രീതിയിലുള്ള മാനേജ്മെൻറ്റിനെയോ നിങ്ങളുടെ ആവേശത്തിന് വേണ്ടിയോ പണം നഷ്ടപ്പെടുത്തരുത്. അത് നിങ്ങളെ കൂടുതൽ കുഴപ്പത്തിലാക്കും, കൂടുതൽ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് നയിച്ചേക്കാമെന്ന് ഈ കിങ് ഓഫ് വാൻഡ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ജാഗ്രത പാലിക്കുക. അതായത് അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ച് നിങ്ങൾക്ക് ധാരാളം പണം നഷ്ടപ്പെടുമോ എന്ന്, ഇനി ധനം നഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. അതായത് നിങ്ങളുടെ പഴയ കാലത്ത് നഷ്ടപ്പെട്ടു പോയ അതിനെക്കുറിച്ചുള്ള ആശങ്കകൾ, ഭയമാണ് നിങ്ങൾക്ക് ഈ കാർഡ്സിലൂടെ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ പറയാം, നിങ്ങൾക്ക് ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തതയില്ലായ്മയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് ചില ആശങ്കകളെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അത് ഉടനടിയുള്ള ഒരു വലിയ നഷ്ടത്തെ ശക്തമായി സൂചിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് സംഭവിച്ച ധനനഷ്ടം ഇനി തിരികെ ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ ഇവിടെ 2 ഓഫ് സോർഡ്സ് വന്നതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കേണ്ട സമയമായി. ഇത് തീരുമാനമില്ലായ്മയുടെയും ആത്മപരിശോധനയുടെയും ഒരു കാർഡാണ്. നഷ്ടപ്പെട്ടു പോയ ആ പണം
തിരികെ ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ നോക്കേണ്ടി വരും. നിങ്ങൾക്ക് മറ്റ് വഴികളിലൂടെ ലാഭമുണ്ടാക്കാൻ പറ്റുന്നതാണ്. ഫൈനാൻസിൻ്റെ കാര്യത്തിൽ ഒരുപാട് ലാഭമുണ്ടാകും. മറ്റ് ചോയ്സുകളുണ്ട്, ഒരുപാട് ചോയ്സുകളുണ്ട് നിങ്ങൾക്ക് മുമ്പിൽ. ഇവിടെ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് എന്ന കാർഡ്സിലൂടെ പറയുന്നത്, നിങ്ങളൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോയാൽ നിങ്ങളുടെ റിലേറ്റീവ്സ് നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാകുമെന്നാണ്. അതായത് ഇനിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടായാൽ, ഇതൊരു പക്ഷേ ആരും അറിയാതെ സംഭവിച്ചതായിരിക്കാം. ഇനിയൊരു ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങളുടെ ഫാമിലിയോട് പറഞ്ഞാൽ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ റിലേറ്റീവ്സും ഫാമിലീസും ഒക്കെ ഉണ്ടാകുമെന്നാണ് ഈ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് എന്ന കാർഡ്സിലൂടെ കാണിക്കുന്നത്. ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് റിവേഴ്സ് ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇത് സാമ്പത്തിക കാര്യങ്ങളിൽ മന്ദഗതിയിലുള്ള പുരോഗതിയോ തിരിച്ചടികളോ സൂചിപ്പിക്കുന്നു. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ സമയമെടുത്തേക്കും. ഒരു ഡിലേ ആണ് കാണിക്കുന്നത് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് എന്ന കാർഡ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പണം തിരിച്ചു കിട്ടുമോ എന്ന് ചോദിച്ചാൽ അത് ബുദ്ധിമുട്ടായിരിക്കുമെങ്കിലും നിങ്ങൾക്ക് ചുറ്റും സാധ്യതയുള്ള പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധാപൂർവമായ ഇടപെടൽ നടത്തുക. ഇവിടെ ബോട്ടം ഓഫ് ഡെക്ക് വന്നിട്ടുള്ളത് ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള, വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. വളരെ ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് നിങ്ങളുടെ കഴിവ്. നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് നഷ്ടപ്പെട്ടതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് നേടാൻ പറ്റുന്നതാണ്. നിങ്ങളിലേക്കൊരു പ്രോസ്പെരിറ്റി, അബണ്ടൻസ്, സക്സസ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാത്രം എടുക്കുക. ഫോഴ്സ്ഫുള്ളി ഇത് അട്രാക്റ്റ് ചെയ്തെടുക്കരുത്. ഇതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്തെടുക്കാം. യൂണിവേഴ്സിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു യൂണിവേഴ്സ്.